യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ പ്രിയ എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ദൈവമായ കർത്താവ് പൗലോസ്ലീഹ വഴി നമ്മളോട് പറഞ്ഞു തരികയാണ്, നിൻ്റെ കുറവുകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പരാതിപ്പെടുന്നതിന് പകരം സന്തോഷത്തോടെ നിൻ്റെ ബലഹീനതകളെ ഓർത്ത് ദൈവത്തിന് പ്രശംസ കൊടുക്കുക. കുറവുകൾ നമ്മൾ മേടിച്ചു വാങ്ങാനല്ല, എന്തവസ്ഥയിലാണോ നമ്മൾ ഇരിക്കുന്നത്, കർത്താവെ, ആ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ നീ എന്നെ അനുവദിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കാരണം പിതാവായ ദൈവം ഓരോരുത്തരെക്കുറിച്ചും വളരെ വ്യക്തമായ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പോലും ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കുറവിനെക്കുറിച്ച് ദൈവത്തോട് പറയുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമെന്ന്. അവിടെ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ഹിതമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പരിശുദ്ധ കന്യാമറിയം മാലാഖയോട് പറയുന്നുണ്ട്, ദൈവദൂതനോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്. അതേപോലെ നമുക്കും ദൈവത്തോട് പറയാം, എൻ്റെ ഈ കുറവുകളിലൂടെ, എൻ്റെ ഈ ബലഹീനതയിലൂടെ, എൻ്റെ ഈ കഷ്ടപ്പാടിലൂടെ കടന്നു പോകാൻ ദൈവമേ നീയാണ് അനുവദിക്കുന്നതെങ്കിൽ അത് സന്തോഷത്തോടെ അത് കടന്നു പോകുവാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. നമുക്കൊന്നു മാത്രം മതി, ദൈവകൃപ. ദൈവത്തിൻ്റെ കൃപ നമ്മളിലുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യുവാൻ, എത്ര ബലഹീനതമായ അവസ്ഥയിലാണേലും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ ആ ദൈവകൃപ ഒന്നു മാത്രം മതി. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധമായി നിങ്ങളുടെ മേലും
നിങ്ങൾ ഈ വചനം പങ്കുവയ്ക്കുന്ന എല്ലാ വ്യക്തിയുടെ മേലും ഇന്ന് സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും പിതാവായ ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ സമീപത്തേക്ക് അവരെ കൊണ്ടുവരാം. ദൈവത്തിൻ്റെ കൃപ അവരിലേക്കും നിറയട്ടെ. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അവരും ഏറ്റെടുക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.